അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, ഉണ്ണിക്ക് 25 വയസ്സായി കഴിഞ്ഞിരിക്കുന്നു. 5 വർഷം കൂടെ കഴിഞ്ഞ് 30 വയസ്സായി. ഇപ്പൊ ചേട്ടാന്ന് വിളിക്കുന്നവരൊക്കെ എന്നെ അങ്കിളേന്ന് വിളിച്ചു തുടങ്ങും. എന്തായാലും ഫോട്ടോഷൂട്ട് വേണ്ടെന്ന് വെക്കണ്ട. എന്റെ ലാസ്റ്റ് ബർത്ത്ഡേ ഷൂട്ടിന് ഒരു പട തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10 പേര് അടുത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എല്ലാവരും തിരക്കായതുകൊണ്ട് ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദ്യം, പിന്നെ നമ്മൾ ലിജിമോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേൽപ്പറഞ്ഞ ലിജിമോളാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. ആളുടെ പ്രൊഫഷൻ വേറെ ആണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഈ വക പരിപാടികൾ അറിയാവുന്ന ഇവൾക്ക് മാത്രമേ ഉള്ളൂ. ബർത്ത്ഡേക്ക് ഒരാഴ്ച മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും ബർത്ത്ഡേയുടെ തലേദിവസമാണ് നമുക്കിതൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയത്. പിന്നെ ഈ കാലാവസ്ഥയും നമുക്ക് അനുകൂലമായി കിട്ടണമല്ലോ. ഫോട്ടോഷൂട്ടൊക്കെ അല്ലേ, കുറച്ച് മേക്കപ്പ് ആവാം. കണ്ണിൽ ലെൻസ് വെക്കുന്ന ചടങ്ങാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണം. എന്തിനാണ് കരഞ്ഞെന്ന് ഒരൊളിച്ച് ഈ സാധനം വെക്കുന്നതെന്ന് ചിന്തിക്കുന്നവരോട്, ഇതൊക്കെ രസമല്ലേ. വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത ഷൂട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. കുഞ്ഞിലെ എൻ്റെ അംബിഷൻ തന്നെ ഒരു മോഡൽ ആവണമെന്നായിരുന്നു. ഫാഷൻ ഡിസൈനിങ്, മോഡലിംഗ് തുടങ്ങിയ മേഖലയിലേക്കൊക്കെ ആയിരുന്നു എനിക്കൊരു ചാട്ടം. നിർഭാഗ്യവശാൽ ഞാൻ ആ മേഖലയിട്ടൊന്നും പോയില്ല. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ ഇതിലേക്ക് തന്നെ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഷൂട്ട് തീർന്നു. ദിലീപൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു വന്നുകൊണ്ട് അവൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. നിങ്ങൾ ഇപ്പൊ കാണുന്ന ഫുട്ടേജിൽ വലിയൊരു കഥയുണ്ട്. ഞങ്ങൾ നിന്ന് ബീച്ചിൽ ഊബർ വരില്ലാത്തതുകൊണ്ട് തൊട്ടപ്പുറമുള്ള ബീച്ചിൽ ഊബർ എത്തുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നിങ്ങൾ വന്നപ്പോഴാണ് അറിഞ്ഞത് കരയില്ല, കടല് മാത്രം. വൈകുന്നേരം ആകുമ്പോൾ വേലിയേറ്റ സമയമാണെന്ന് നമുക്കറിയില്ലല്ലോ. ബോട്ടിന്റെ അകത്ത് വരെ മണൽ കയറി. ആരും ഞങ്ങൾ നൈസായിട്ടൊന്ന് പേടിച്ചെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി മേലാൽ ആ വഴി പോവില്ല. പിന്നെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി.